കാർഷിക മേഖലയാണ് ഈ തിരുവമ്പാടി മലയവശം. ഇവിടെ മുഴുവൻ കാർഷിക വിളകളെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഇതുപോലുള്ള പദ്ധതികൾ വന്നാൽ മറ്റ് തൊഴിലവസരങ്ങൾ കൂടി ജനത്തിന് ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു എളുപ്പ ഉപാധിയും കൂടിയാണ് ഈ തുരങ്കപാത വരുന്നത്. The proposed 4-lane twin tunnel project will link Kozhikode district's Anakkampoil in Tiruvambadi Panchayat with Wayanad district's Kalladi in Mepadi Panchayat. While environmentalists see the project as a harbinger of doom for the fragile hills and its people, the locals on either side of the project are largely excited about the prosperity it promises. The multi-crore project, passing through the environmentally sensitive areas of the Western Ghats, is being seen as a new lifeline by the villagers. They say that travelling on the narrow roads to Wayanad is time-consuming. The project will cut the distance between Anakkampoil and Mepadi by more than half, from 42 kilometers to just 20. It said that the 1500 crore rupee project will cut short the distance between Kozhikode town and Wayanad from the present 85 kilometers to just 54. 31-year-old Jasim Perur is a small-time restaurant owner from Wayanad's Kalladi village. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യമാണ്. കാരണം കോഴിക്കോട് ചുരം ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. എത്രയും പെട്ടെന്ന് 7-8 കിലോമീറ്ററിനുള്ളിൽ കോഴിക്കോട് ജില്ലയിൽ എത്താൻ പറ്റും. പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും, എയർപോർട്ടിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഒരു ബദൽ റോഡ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഈ ചുരത്തിൽ കുടുങ്ങി കിടക്കുന്നതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വരണമെന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. Wayanad, prone to natural disasters such as the landslides earlier this year, does not have specialty medical care facilities. This forces the people to travel to Kozhikode for treatment. Jabir Shah Velatur from Kalladi, Wayanad, is a tourism entrepreneur. ഭാഗത്താണ് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തുരങ്കപാത വരേണ്ടത് ഒരുപാട് പേരുടെ ആവശ്യങ്ങളാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചുരത്തിനെ ആശ്രയിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു തുരങ്കപാത തന്നെയാണിത്. പ്രത്യേകിച്ച് ഒരു ആക്സിഡന്റ് നടന്ന് മെഡിക്കൽ കോളേജിലേക്കൊക്കെ എത്തുന്ന സമയം മുന്നേ തന്നെ ഒരുപാട് രോഗികൾ ചുരത്തിൽ വെച്ചിട്ടും മറ്റും മരണപ്പെടുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇതിന് മുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഈ തുരങ്കപാത വരേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റൊക്കെ ഉണ്ട്. എൻ്റെ വീടും ഈ പരിസരത്ത് തന്നെയാണ്. ഇവിടെ എല്ലാവരും ഈ ഇതിന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു വലിയ വികസനം തന്നെയാണ് ഈ തുരങ്കപാത വരുന്നതോട് കൂടിയിട്ട്. എന്തായാലും തുരങ്കപാത വരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. People who live on the other side of the proposed tunnel at Muthappan Pua near Anakkampoil in Kozhikode district see it as a golden opportunity to boost domestic tourism enterprises. AJ Johnny, a settler farmer from the village, says the project comes as a blessing for poor farmers who have been going through an acute financial crisis with falling agricultural production and prices. കാർഷിക മേഖലയാണ് ഈ തിരുവമ്പാടി മലയവശം. ഇവിടെ മുഴുവൻ കാർഷിക വിളകളെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഇതുപോലുള്ള പദ്ധതികൾ വന്നാൽ മറ്റ് തൊഴിലവസരങ്ങൾ കൂടി ജനത്തിന് ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു എളുപ്പ ഉപാധിയും കൂടിയാണ് ഈ തുരങ്കപാത വരുന്നത്. ഈ തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിലെ എല്ലാവരും ഈ തുരങ്കപാതയെ അനുകൂലിക്കുന്ന ആളുകളാണ്. ഇത് വരേണ്ടത് ഈ നാടിൻ്റെ ഒരു അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗവും വാഹന സൗകര്യങ്ങളില്ലാത്തതിൻ്റെ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് എത്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ അടിയന്തരമായിട്ടും എത്രയും പെട്ടെന്ന് ഈ തുരങ്കപാത നിർമ്മിച്ച് കിട്ടുന്നതിന് എല്ലാവിധ സഹായങ്ങളും ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. The project, proposed between the scenic Chembra and Velarimala hill ranges on the Western Ghats, has grabbed attention now. The project, fully funded by the Kerala Infrastructure Investment Fund Board and said to be the third longest underpass in the country, is expected to be ready in 4 years. The construction of a 17.1 kilometer approach road from Thiruvambadi to Maripura is also in full swing. Field-level inspections to carry out work at the other end of the tunnel at Kalladi in Wayanad are also progressing with the support of local administrators. But environmentalists see the project as a harbinger of disaster. Wayanad Prakruti Samrakshana Samiti, a collective of environmentalists for Wayanad, has been at the forefront of intensified agitations, citing its ecological impact on the Western Ghats and the safety of the people living at the foothills. In 2 recent petitions to the ministry, they have sought to repeal the Stage 1 clearance accorded to the project. They say that any evaluation of the project must be in view of its impact on human settlements, particularly because the landslides in Wayanad's Churalmala earlier this year had claimed over 230 lives, while 130 remained missing.
They dubbed the project area, comprising of mountain slopes, as landslide prone during monsoons. Citing a stability study done by the state government itself, they say several locations along the project site could witness overburden slides. While the project promises to bring people and capital, it is yet to be seen whether the ecological balance of the land will bear the cost of progress.